ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോഴത്തെ അന്വേഷണം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, അതിന് അതിൻ്റെതായ വേഗം, ആ വേഗത്തെ സംശയിക്കേണ്ടതില്ല എന്നതാണോ അങ്ങയുടെ അഭിപ്രായം? കാരണം ഹൈക്കോടതിയിൽ ഒരു ബെഞ്ചുണ്ട്, ദേവസ്വം ബെഞ്ചുണ്ട്. ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ശ്രീ ആർ വി ബാബുവിന് സംശയമില്ലെങ്കിൽ സ്മൃതി പറഞ്ഞു തരും സംശയം. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത്, ഞാൻ ചോദ്യമൊക്കെ ചോദിക്കും. എനിക്ക് തോന്നിയ സംശയങ്ങളാണ് ചോദ്യമായിട്ട് വരിക കേട്ടോ. ചോദ്യമല്ലല്ലോ, അത് ചോദ്യമൊന്നും അല്ല സ്മൃതി, ചോദ്യമല്ലല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പിടിച്ചോന്നാ പറയുന്നത്, ഇത് ചോദ്യമൊന്നല്ല പറയുന്നത്. ആയിക്കോട്ടെ, ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ അങ്ങേക്ക് അടുത്ത അങ്ങയുടെ കൂടത്തിൽ പറയാം. സമയം കളയണ്ട, ഞാൻ അങ്ങയുടെ കൂടത്തിൽ അങ്ങേക്ക് സമയം തരാന്നേ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് പോട്ടെ. ജനാധിപത്യ രീതിയിൽ ചർച്ച നടത്തൂ, എല്ലാവർക്കും അവസരം കൊടുക്കൂ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ ഈ ഒരു ജനാധിപത്യവും ഇല്ല. നിങ്ങൾ നിഷ്പക്ഷയായ ആങ്കർ അല്ല. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എന്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോട്ടെ പ്ലീസ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എഴുതി തരാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, ഞാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്കാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, അന്വേഷണം വേഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ദേവസ്വം ബെഞ്ചിന് മുന്നിലാണ് യഥാർത്ഥത്തിൽ SIT കൊടുത്ത തെളിവുകളുള്ളത്. ഇത് ജാമ്യം പരിശോധിച്ച കോടതി ജാമ്യം കൊടുക്കാതെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ ഉത്തരവിൽ പറഞ്ഞ പരാമർശങ്ങളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണേണ്ടത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? ഹൈക്കോടതിയുടെ 2 ബെഞ്ചാണ്, രണ്ടും രണ്ടാണ്, രണ്ടിനെയും ഒന്നിച്ച് കാണേണ്ടതില്ല എന്ന രീതിയിൽ പറയുന്ന സർക്കാർ വാദത്തെ എങ്ങനെ ശരിവെക്കാനാകും? ഇത് ശ്രീ ഗോവന്റെ അടുത്ത് ചോദിക്കേണ്ട, അദ്ദേഹത്തിന് ഹൈക്കോടതി ബെഞ്ചസ് നിഷ്പക്ഷമാണെന്ന അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആങ്കർ നിഷ്പക്ഷമാണോ അല്ലയോ എന്നുള്ള സംശയം വരുന്നില്ലല്ലോ. ഇത് ആങ്കർ അല്ലല്ലോ സംശയിച്ചത്. നിയമത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന 2 ബെഞ്ചുകൾ, അദ്ദേഹം എന്തോ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ഇത് ബെയില് പരിശോധിച്ച ബെഞ്ചാണ് ഇത് പറഞ്ഞത്. അതില് നേരെ തിരിച്ചല്ലേ കണക്കാക്കേണ്ടത്? ദേവസ്വം ബെഞ്ചിന് ആദ്യമേ വിശ്വാസമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസക്കുറവുണ്ടായത് കൊണ്ടല്ലേ ഒരു SIT രൂപീകരിച്ചത് തന്നെ. ആ SIT ഗവൺമെന്റിനല്ല, ഗവൺമെന്റ് പറയുന്നത് കേട്ടല്ല, കോടതിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിരിക്കെ വേറൊരു ബെഞ്ചിൽ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വരുമ്പോൾ ആ ബെഞ്ചും പറയുകയാണ് ഇതിന്റെ മുന്നോട്ടുള്ള പുരോഗതിയിൽ വേഗം പോരാ, അതില് വിശ്വാസ്യത പോരാ, അതില് സംശയങ്ങൾ തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ ഈ അദ്ദേഹം എങ്ങനെയാണ് അതിനകത്ത് ഈ എന്തോ സിനിമയിലെ ക്ലൈമാക്സ് പോലെ ആവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്. ഒന്ന്, ED അന്വേഷണം ഏറ്റെടുക്കട്ടെ എന്ന് വിജിലൻസ് കോടതി നിർദ്ദേശം കൊടുത്തു. അത് ഹൈക്കോടതിയിൽ പോയിട്ട് വന്നതിന് ശേഷം അവിടെ വന്നു. ഈ ED അന്വേഷണം സാധാരണഗതിയിൽ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയും. അത് നേരത്തെ ഒരു ഒഫൻസ് നടന്നിരിക്കുന്നു, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ്. ആ ഒഫൻസ് നടന്നിരിക്കുന്നു. ആ ഒഫൻസിൽ നിന്ന് കിട്ടിയ പണം വന്നിരിക്കുന്നു. അതിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിലൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ഇപ്പോൾ 467 ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത് IPC-യിൽ. അതിനുശേഷം ഇപ്പോൾ ആ പണം അത് ശരിയായ രീതിയിൽ കിട്ടിയ പണമാണെന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ അത് ലോണ്ടർ ചെയ്യാൻ തുടങ്ങുകയാണ്. ആ പണം മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോഴാണ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ മണി ട്രെയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. പണം അവിടെ വിനിയോഗിച്ചിരിക്കുന്നു. കള്ളപ്പണം നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഒരു ക്രിമിനൽ ഒഫൻസ്, ആ ക്രിമിനൽ ഒഫൻസ് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ കീഴിലുള്ള ഷെഡ്യൂളിൽ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന ഒഫൻസുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഒഫൻസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതിൽ FIR ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് മണി ട്രെയിലും കണ്ടെത്താൻ കഴിയുമ്പോഴാണ് EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. അങ്ങനെ EDയുടെ അന്വേഷണ പരിധിയിലേക്ക് വരും എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തി ED അന്വേഷണത്തിനും പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് ഇദ്ദേഹം സന്തോഷിക്കുന്ന രീതിയിൽ ഈ കേസ് ഒന്നും പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല, അറസ്റ്റ് ഒന്നും ആവശ്യമില്ല, അറസ്റ്റ് ചെയ്യുകയോ ഇല്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഒഫൻസ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയിരിക്കുന്നത്. ഹൈക്കോടതി 2 ബെഞ്ചുകളും അത് തന്നെ പറഞ്ഞു. വിജിലൻസ് കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ഡിഫെൻസീവ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് നമ്മളെ ഈ പറയുന്ന നിഷ്പക്ഷതയൊക്കെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. കുറ്റം ചെയ്തവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അന്വേഷണം ശരിയായ ദിശയിലേക്ക് നടത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതിൽ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ അല്ലെങ്കിൽ ഹൈക്കോടതിക്കുള്ള ആകാംക്ഷ ഞങ്ങൾ ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. ഈ അന്വേഷണം എങ്ങും എത്തിച്ചേരുന്നില്ല, ഇത് പരാജയമാകാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എവിടെയാണ് നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നത്? അല്ല സാറേ, അങ്ങനെ ആരാ പറഞ്ഞേ? സാറ് ഞാൻ പറയാത്തതല്ല എൻ്റെ പേരിൽ കൊണ്ടുവെക്കുന്നത് എന്തിനാ? അങ്ങനെ ഞാൻ പറഞ്ഞോ?
താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞോ സാർ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല അല്ല സാർ, ഞാൻ പറഞ്ഞോ പ്രൂവ് ചെയ്യാൻ പോകുന്നില്ലെന്ന്? അങ്ങ് എന്താണ് പറയുന്നത്? ഏതൊരു സിനിമയിലെ ക്ലൈമാക്സ് പോലെ ആകുമെന്ന് പറഞ്ഞത്, അതുപോലെ ആങ്കർ നിഷ്പക്ഷയല്ല എന്നൊക്കെ പറഞ്ഞത് ഹൈക്കോടതി അങ്ങ് കേട്ടോണ്ടിരിക്കണം അല്ല അങ്ങ് കേട്ടോണ്ടിരിക്കണം, അപ്പൊ മനസ്സിലാവും എന്താന്നുള്ളത്. ഞാൻ പറയാത്തൊരു കാര്യം എന്റെ പേരിൽ വെക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്, ഇല്ലെങ്കിൽ ഞാൻ ഇടപെടില്ല. കോടതിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൽ താങ്കൾക്ക് നിഷ്പക്ഷതയിൽ ഞാൻ ചർച്ചയിൽ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു സ്ഥാപിച്ചാണ് അങ്ങ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചൂണ്ടിക്കാണിച്ചല്ലോ. വേറൊരു കേസിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെന്റിലെ അതെ ബെഞ്ചിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അർത്ഥാനം ഇത് പ്രൂവ് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാണോ? ഒരു ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ ശ്രീമതി സ്മൃതി ഇത് പ്രൂവ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. രണ്ട് ബെഞ്ച് ആകുമ്പോൾ ഒരു ബെഞ്ചിനെ വിലയുള്ളൂ എന്നതാണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ബെഞ്ച് പറയുന്നതിനെ വിലയുള്ളൂ എന്നതാണോ? ഈ ബെഞ്ച് പറഞ്ഞത് വളരെ ഗൗരവത്തിലുള്ള കാര്യമാണ്. സംശയമുണ്ട് അന്വേഷണത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ സംശയമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു SIT, ആ SITയെ ലീഡ് ചെയ്യുന്ന കോടതിയല്ല അഭിപ്രായം പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. SITയെ ലീഡ് ചെയ്യുന്ന കോടതിയല്ല ഈ ബെയിലുമായി അതറിയുന്ന കാര്യമാണ്. അത് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥമാണ് ശ്രീ ഗോപൻ അങ്ങയോട് ചോദിച്ചത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.